സംസാരം ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് ഞങ്ങൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെറിയുള്ളി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉള്ളിക്കറിയാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: ചെറിയുള്ളി, വെളിച്ചെണ്ണ, കടുക്, ഉലുവ, പച്ചമുളക്, വാളംപുളി, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചെറിയൊരു കഷ്ണം ശർക്കര, മല്ലിപ്പൊടി, കായം, കറിവേപ്പില. കറി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് 10 മിനിറ്റ് നമ്മുടെ വാളംപുളി ഒന്ന് കുതിർത്ത് വെക്കണം. നമുക്കൊരല്പം വെള്ളം ഒഴിച്ച് വാളംപുളി ഒന്ന് കുതിർത്ത് വെക്കാം. ഉള്ളിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചട്ടിയിലാണ് ഞങ്ങൾ ഉള്ളിക്കറി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങളൊരു ചട്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാകും. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായി വാടി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് ഒരു 2 നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 നുള്ളു മതി, കൂടുതലിട്ടാൽ ഒരു കയ്പുണ്ടാവും. അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച 1 കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചട്ടി കറി വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇനി ചട്ടിയില്ലെങ്കിലും ചെറിയൊരു പാനിലാക്കിയാലും മതി. നല്ലതുപോലെ ബ്രൗൺ കളർ ആകുന്നവരെ വരെ നമ്മളിത് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്കെല്ലാം ഇളക്കണം, അടി പിടിക്കാതെ നമ്മൾ സൂക്ഷിക്കണം. ഉള്ളിക്കറി ഉണ്ടാക്കുമ്പോൾ ചെറിയുള്ളിയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അത് നമ്മുടെ അടുത്ത് ചെറിയുള്ളി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സവോള തന്നെ എടുത്ത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് വെക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തുകൊണ്ടാണ് ഞങ്ങളിവിടെ സാധാ മുളക് പൊടി ചേർക്കാത്തത്. അതിന് പകരം ഞങ്ങൾ 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിന് അല്പം എണ്ണ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരല്പം എണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുത്താൽ മതി. പൊടിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാളംപുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളൊന്നും കരിഞ്ഞു പോകരുത്, നിങ്ങൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ച വാളംപുളി ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അതിന് പുളി ഉണ്ടോ എന്ന് നോക്കിയ ശേഷമേ നമ്മൾ വീണ്ടും ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് പുളി നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ കറിക്ക് ഒരല്പം പുളി മുന്നിട്ട് നിൽക്കണം, ഒരുപാട് നിൽക്കരുത്. ഒരല്പം പുളി മുന്നിട്ട് നിൽക്കണം. അതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ്. പുളി ഉണ്ടോയെന്ന് നോക്കിക്കാൻ നമുക്ക് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. അല്പം കൂടെ പുളി വേണം. ഒരല്പം കൂടെ പുളി ഒഴിച്ചു കൊടുക്കാം. എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഇത് നമുക്ക് ഇളക്കി കൊടുക്കണം. എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. 1.5 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഇടുന്നത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നല്ല ഗ്രേവി പരുവത്തിലായിട്ടുണ്ട്. ചോറിന് കൂടുതലൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു മുട്ട പൊരിച്ചതോ ചമ്മന്തിയോ കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും. അത് തന്നെ. അപ്പോൾ അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലപ്പം ചിലരൊക്കെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അഭിപ്രായങ്ങൾ പറയുക. ഇന്ന് തന്നെ കൂട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തലേ ദിവസം കറി വെച്ചിട്ട് പിറ്റേ ദിവസം ചോറിന് കൂട്ടാണെങ്കിലും വളരെ രുചിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനും പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നല്ലൊരു വിഭവമായി വീണ്ടും കാണാം. ബൈ.